സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. തെക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് ഗേൾസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിൽ ഇടിഞ്ഞു വീണു. നേരത്തെ കുറച്ച് ഇങ്ങനെ തള്ളി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഈ മഴ സമയത്തിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് മൊത്തത്തിൽ ഇളക്കി പണിയണമെന്ന് പറഞ്ഞ് ആ താഴെ അത് ചെയ്തു. അടുത്ത ലാപ്പിൽ ഇത് ചെയ്യുമെന്നാണ്. വലിയ അപകടമല്ലേ? കാരണം ക്ലാസ് റൂമിനോട് ചേർന്നിരിക്കുക. അതെ, ക്ലാസ് റൂമിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നതാണ്. താഴെ കുട്ടികൾ ഇതിലെയാണ് നടന്നു പോകുന്നതും വണ്ടികളും പോകുന്നത്. പത്തനംതിട്ട കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെ ആൽമരം കടപുഴകി വീണു. 10-75 കൊല്ലം പഴക്കമുള്ള ഈ ആൽമരം പലതവണ നമ്മൾ പരാതി കൊടുത്തതാണ് മുറിച്ചു മാറ്റാൻ. ജില്ലാ പഞ്ചായത്തിന് ഫണ്ടില്ല എന്നും പറഞ്ഞ് അവരത് മുറിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ പുറകിലൊരു 200 ഇഞ്ച് വണ്ണമുള്ള ഒരാഞ്ഞിലിയും 170 ഇഞ്ച് വണ്ണമുള്ള ഒരു വാഗമരവും നിൽപ്പുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നിരവധി തവണ നമ്മൾ പരാതി കൊടുത്തതാണ്. ഫണ്ടില്ല എന്നും പറഞ്ഞ പേരിൽ ഇത് നമുക്ക് അനുവദിച്ചു തരുന്നില്ല. കാസർഗോഡ് കുമ്പളയിൽ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. തൃക്കൊടിത്താനത്ത് വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണു. സൂര്യഗായത്രി വിവരങ്ങൾ നൽകാൻ എത്തിയിരിക്കുകയാണ്. സൂര്യഗായത്രി, അതിശക്തമായ മഴ മുന്നറിയിപ്പ് അടക്കമുണ്ട്. അതിനോടൊപ്പമാണ് സംസ്ഥാനത്ത് വ്യാപകമായി പലയിടത്തും മഴക്കെടുതികൾ, വ്യാപകമായ നാശനഷ്ടം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ? അതിശക്തമായിട്ടുള്ള മഴ അടുത്ത ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇന്നിപ്പോൾ 14 ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ വടക്കൻ കേരളത്തിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. നാളെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ മറ്റ് ജില്ലകൾക്ക്, വയനാട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലകൾക്ക് തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. നാളെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മഴയോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും വീശിയടിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുള്ള മഴക്കെടുതികൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പട്ടം ഗേൾസ് സ്കൂളിൽ മതിലിടിഞ്ഞു വീണാണ് ഒരു അപകടമുണ്ടായത്. കൊല്ലം ജില്ലയിലാണെങ്കിൽ മരുതമൺ പള്ളിയിൽ പ്ലാവ് അത് മുൻ വാർഡ് മെമ്പറുടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. അത് ആർക്കും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിൽ ഇതുപോലെ സ്കൂൾ മുറിയിലേക്ക് ഇതുപോലെ കടപുഴകി വീണു മരം. അങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ്. അത് 50 വർഷത്തിന്മേൽ പഴക്കമുള്ള ഒരു മരമാണ്. കോന്നി സ്കൂൾ HS സ്കൂളിൽ കടപുഴകി വീണത്. അവിടെയും അപകടം അത് മാറി എന്നുള്ള വലിയ അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൂടാതെ കോട്ടയത്ത് കിഴക്കൻ മേഖലയിൽ വ്യാപകമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. മണിമലയാറ്റിലും അതുപോലെ തന്നെ മീനച്ചിലാറ്റിലും ഈ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാറ്റിനെയും മഴയെയും വരും ദിവസങ്ങളിലും കരുതിയിരിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേ, വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് പാലിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.